നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ തുടരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ 119 ഇന്ത്യക്കാരെ കൂടി ഇന്ത്യയിലേക്ക് എത്തിച്ചേക്കാൻ തീരുമാനമാകുകയാണ്. മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ തന്നെ ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നതാണ് സൂചന. ഫെബ്രുവരി 15 ശനിയാഴ്ച ഒരു വിമാനവും ഞായറാഴ്ച 16 മറ്റൊരു വിമാനവും അമൃത്സറിലെ ഗുരുറാം ദാസ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാടുകടത്തപ്പെട്ടവരിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരാണ് എന്നാണ് വിവരം. 8 പേർ ഗുജറാത്തിൽ നിന്നും, 3 പേർ ഉത്തർപ്രദേശിൽ നിന്നും, മറ്റ് 2 പേർ രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നും സൂചനയുണ്ട്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ആളുകൾ വീതമാണ് ഇക്കൂട്ടത്തിലുള്ളതെന്നതാണ് സൂചന. മെക്സിക്കോ അതിർത്തിയിലൂടെയും മറ്റു വഴികളിലൂടെയും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ ഇവർ പിന്നീട് പാസ്പോർട്ടുകൾ നശിപ്പിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം US-ൽ നിന്ന് നാടുകടത്തപ്പെടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംഘമാണ് ഇനി എത്താൻ പോകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നായിരുന്നു ഇത്തരത്തിൽ ആദ്യത്തെ നാടുകടത്തപ്പെട്ട സംഘത്തെ ഇന്ത്യയിലേക്ക് US സൈന്യ വിമാനം എത്തിക്കുന്നത്. 104 പേരെയായിരുന്നു അന്ന് US സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇവരിൽ 79 പുരുഷന്മാരും 25 വനിതകളും 13 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ടെക്സസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് പറന്നുവരുന്ന C-70 US സൈനിക വിമാനം ഉച്ചയ്ക്ക് 1:59-നായിരുന്നു ശ്രീ ഗുരുറാം ദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇവരെ സ്വീകരിക്കാൻ പോലീസും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും അടക്കം അവിടെ സന്നിഹിതരായിരുന്നു. ഇതിൽ 33 പേർ വീതം ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നും 30 പേർ പഞ്ചാബിൽ നിന്നുള്ളവരുമായിരുന്നു എന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. ബാക്കിയുള്ളവരിൽ 3 പേർ വീതം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും 2 പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരുമായിരുന്നു. ഇവർ ചെയ്തത് വലിയ തെറ്റാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറി പാർത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അതുപോലെ തന്നെയാണ് ഇവർ അവിടേക്ക് പോയതെന്നത് പറയേണ്ടി വരുന്നുണ്ട്. അനധികൃതമായ രാജ്യത്ത് കടന്നുകൂടുന്നവരെ എങ്ങനെയാണോ നമ്മൾ നാടുകടത്തേണ്ടുന്നത് ആ രീതിയിൽ തന്നെയാണ് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നുള്ള നടപടിയും. എന്നാൽ ലോകരാജ്യങ്ങളിൽ തന്നെ എല്ലാ നേതാക്കളോടും സൗഹൃദ സന്ധിയിൽ മുന്നോട്ടു പോകുന്ന രാജ്യമാണ്. അങ്ങനെയൊരു നാട്ടിലേക്ക് ഇന്ത്യക്കാരെ കൈകൾ ബന്ധിച്ച് കാലുകൾ ബന്ധിച്ച് ചങ്ങലയിലിട്ട US സൈനിക വിമാനത്തിൽ തന്നെ നാടുകടത്തി എന്നതുകൊണ്ട് ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ സൈനിക വാഹനം നമ്മുടെ രാജ്യത്ത് വരിക എന്നത് അത് നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു വിഷയത്തെ പലരും ഏറ്റെടുത്തത്. ഇത് വലിയ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും രണ്ടാം ടീമിനെ നാടുകടത്തുകയാണ് എന്നുള്ള റിപ്പോർട്ട് US-ൽ നിന്ന് പുറത്തുവരുന്നത്. അതേസമയം US സന്ദർശനത്തിനിടെ തന്നെ മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് സംസാരിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നിയമവിരുദ്ധമായി US-ൽ കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെടുക്കാൻ ഇന്ത്യ പൂർണ്ണമായും തയ്യാറാണ് എന്ന് മോദി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് വിവരം. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നിയമം അനുസരിച്ച് ആ കണക്കുകൾ പ്രകാരം 2022-നും 24-നും നവംബറിനും ഇടയിൽ ഏകദേശം 1700 ഇന്ത്യക്കാരെ പിടികൂടിയിട്ടുണ്ട് എന്നതാണ് വിവരം. ഇതിൽ ആദ്യ സംഘത്തെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞു. രണ്ടാം സംഘം ഉടൻ തന്നെ വരും എന്നുള്ളതാണ് സൂചന.